വിജനമായ ഒരു കാടിൻ്റെ നടുക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അതും ഒരുപാട് ദിവ്യ ശക്തികളൊക്കെയുള്ള ഒരു സ്ത്രീ. ദൈവമാണെന്നാണ് പറയുന്നത്. സ്വന്തമായ ഒരു രാജ്യം തീർത്ത്, ഒരു ആശ്രമം തീർത്ത്, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു ദേവി. ആ ദേവിയെ കാണാനാണ് നമ്മുടെ യാത്ര. ദേവിയെ കണ്ടാലും ഞെട്ടരുത്. അവരുടെ ദിവ്യത്വം, അവരുടെ കഴിവുകൾ അതൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ചുമതല. അപ്പോൾ പോയാലും നമുക്കതൊന്ന് അനുഭവിച്ച് തന്നെ അറിയാം. അനുഭവിക്കാം. അനുഭവിച്ച് പോകേണ്ടുന്ന വഴി തന്നെയാണ്. കണ്ടോ, അവിടെ കണ്ടോ ഒരു വീട് കാണുന്നു. വീടാണോ? അതാകാനാണ് സാധ്യത. പോയി നോക്കിയാൽ എങ്ങനെ പോകും? ഇതിലേക്കൂടെ ഒരു വഴി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഴിവുകളുള്ള ആളുകളൊക്കെ ജനങ്ങളിൽ നിന്നൊക്കെ വിട്ട് മാറി താമസിക്കും. അത് എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. നമുക്ക് പോയി നോക്കാം. ഇവിടെ പാമ്പുണ്ടെന്ന് റോഡിലൂടെ വരുമ്പോൾ ആൾക്കാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇങ്ങനെയല്ലേ ഒരു സ്ത്രീക്ക് ഇത്രയും വിജനമായ ഒരു സ്ഥലത്ത് താമസിക്കാൻ കഴിയും? അതാണ് ദിവ്യത്വം. അവിടെ ഒരു വലിയ ദേവി പ്രതിഷ്ഠയുണ്ട്. കണ്ടാ ഞെട്ടുന്ന കേട്ടെ. അങ്ങോട്ട് വന്നോട്ടെ. എന്തായാലും നമ്മൾ തേടി നടന്ന ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാഗസൈരന്തി ദേവി. ദേവി നമസ്കാരം. നമസ്കാരം മോളെ. ദേവി, ആദ്യം തന്നെ നമുക്ക് ദേവിയുടെ പൂർവാശ്രമത്തെ കുറിച്ച് സംസാരിക്കാം. ലൈക്ക് ഞാൻ ഭയങ്കര ദേവിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് ദേവി ഇതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളത്. എന്താണ് ദേവിയുടെ ഒരു പൂർവാശ്രമത്തെ കുറിച്ച് പറയാനുള്ളത്? മോളെ, ഞാൻ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് പണ്ട് തന്നെ അറിയപ്പെടാതെ പോയത്? അത് നിങ്ങളാണ് ഇപ്പോഴറിയുന്നത്. ഞാനിവിടെ എല്ലാം അറിയപ്പെടുന്ന ഒരാളായിരുന്നു. ഈ നാട്ടുകാരൊക്കെ എങ്ങനെയാണ്, സഹകരണമൊക്കെ എങ്ങനെയാണ് ദേവി? അവരൊക്കെ പണ്ട് എന്നോട് നല്ല കൂട്ടായിരുന്നു. ഇപ്പോൾ എന്നോട് ഇടക്കാലത്ത് വെച്ച് കൂട്ടുവിട്ട്, എന്നാൽ ഇപ്പം വീണ്ടും തീവ്രമായിട്ട് കൂടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഇടക്കാലത്ത് വെച്ച് ആ കൂട്ട് നഷ്ടപ്പെട്ടത്? എനിക്കറിയില്ല. ഇനി അവരോട് ചോദിക്കണം. ദേവി ചോദിച്ചു നോക്കിയിട്ടൊന്നുമില്ലേ? ഞാൻ ചോദിച്ചേക്കാൻ അങ്ങനെ പോകൂല. എന്താണ് എന്നോട് നിങ്ങൾ മിണ്ടാത്തത്, എന്താണ് എന്നോട് സംസാരിക്കാത്തത് എന്നൊന്നും ഞാൻ ചോദിക്കാൻ എനിക്കത് ഇഷ്ടമല്ല. കാരണം നമ്മളെ വേണ്ടുന്നവർ ഇഷ്ടപ്പെടും, അല്ലാത്തവർ നമ്മളെ ഇഷ്ടപ്പെടൂല. നമുക്കറിയാം, ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിലേ ദേവിയുടെ സിദ്ധികൾ അല്ലെങ്കിൽ ദേവിയുടെ കഴിവുകളെക്കാൾ കൂടുതൽ എല്ലാവരും ട്രോളാണ് ചെയ്യുന്നത്. ദേവിക്ക് എന്താ തോന്നുന്നേ? അവർ ട്രോളുന്നു, അതിലൂടെ അവർ മനസ്സുഖം കണ്ടെത്തുന്നു, അതിലൂടെ സാമ്പത്തികം ഉണ്ടാക്കുന്നു, അതിലൂടെ ആളുകളെ ഉണ്ടാക്കുന്നു. അതല്ലാതെ ഞാനിനി എന്ത് പറയാനാ? ദേവിക്ക് അതിൽ സങ്കടം തോന്നാറുണ്ടോ? സങ്കടമല്ല, എന്താ പറയുക, അവരുടെ വിവരക്കേടുകൾ അവർ സ്വയം മനസ്സിലാക്കുന്നില്ല എന്നും അവർ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ് എന്നും അവർ തിരിച്ചറിയുന്നില്ല. അത്രയേ ഉള്ളൂ. ഈ ദേവിയുടെ ഒരു ദിനചര്യ ചോദിക്കും. നമുക്കറിയാം, ദേവിമാരായിരുന്നു അല്ലെങ്കിൽ സന്യാസികളൊക്കെ ആയവർക്ക് കൃത്യമായ നിഷ്ഠകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ എന്നൊക്കെ പറയുമ്പോൾ ദേവിയുടെ ഒരു ദിനചര്യ എങ്ങനെയാണ്? എനിക്ക് കൃത്യമായ നിഷ്ഠകളൊന്നും തന്നെയില്ല. അതാണ് എൻ്റെ കൃത്യനിഷ്ഠ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ അപ്പോൾ ഡെയിലി എന്തൊക്കെ ചെയ്യാറുണ്ട്? രാവിലെ പൂജകളൊക്കെ ചെയ്യാറുണ്ടോ? വിളക്ക് എനിക്കിത് തോന്നിക്കുന്ന സമയത്താണ് ഞാൻ വിളക്കെല്ലാം കത്തിക്കുന്നത്. അതായത് പക്ഷെ ആചാരപ്രകാരം നോക്കുകയാണെങ്കിൽ സമയമില്ല ദേവി. എനിക്ക് ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അല്ല, ഓക്കെ. അപ്പോൾ ഒരു വിമതനായ ദേവിയാണ്. മോനെ, ഞാനിപ്പോൾ 9 മണിക്ക് എണീക്കുകയാണ് എന്നുണ്ടെങ്കിൽ 9 മണിക്ക് എണീറ്റ് ഈ മുറ്റത്തൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് സൂര്യനെ ഉദിച്ച് നിൽക്കുകയാണെങ്കിൽ ഒന്ന് തൊഴുകയും ഭൂമിയിലേക്കൊന്ന് നമസ്കാരം ചെയ്യുകയും പിന്നെ എൻ്റെ വിരലുകളും എന്നോട് തന്നെ ഞാൻ ആത്മസംവാദം നടത്തുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയും നന ജപമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന്
ചിലപ്പം രാവിലെ ആയിരിക്കും വിളക്ക് കത്തിക്കുന്നത്, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും, ചിലപ്പം വൈകിട്ടായിരിക്കും, ചിലപ്പം 3 മണി പകല്. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു കൃത്യനിഷ്ഠ എന്നുള്ളതില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കൃത്യനിഷ്ഠ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സനാതനധർമ്മം അങ്ങനത്തെ പുരാണങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ദേവി അല്ലെങ്കിൽ സന്യാസി തുടങ്ങിയവരെയൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ആചരിക്കുന്ന ആചാരങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ദേവി ദേവിയാവുന്നത്? അല്ല, എന്നെ ദേവിയായിട്ട് കരുതണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ദേവിയുടെ ഇൻസ്റ്റാഗ്രാം ഇല്ലെന്നറിയാം, യൂട്യൂബ് പേജൊക്കെ നോക്കുവാണെങ്കിൽ ദേവി ഉണ്ടല്ലോ. ഉണ്ട് മുത്തേ. അത് അപ്പൊ എന്തുകൊണ്ടാണ് ദേവി ലൈക്ക് നാഗസൈരന്ധ്രി ദേവി എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ദേവി മോളുടെ പേരെന്താ? ശില്പ വേണമെങ്കിൽ മോക്കും ദേവി എന്നിടാം. ഇല്ല, എനിക്ക് താല്പര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ദൈവികമായ ഒരു ദേവിയല്ല. അപ്പോ ഞാൻ നാഗാന്ന് വിളിച്ചാലും മതി. അല്ല, ശില്പയിലും ദൈവികമുണ്ട്. അത് ശില്പ തിരിച്ചറിയാത്തത് ആരെയല്ലോ കുഴപ്പം. എന്ത് ദൈവികതയാണ് നാഗസൈരന്ധ്രി? ശില്പ എൻ്റെ കണ്ണിൽ ഇപ്പം ദേവിയാണ്. നിങ്ങൾക്ക് അങ്ങനെ അല്ലായിരിക്കാം, പക്ഷെ എനിക്കെന്ന് ശില്പ ദേവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ദേവി എന്ന് വിളിക്കുന്നത് ഒരു ദൈവികമായ ഒരു സംഭവം ഉള്ളിലുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അല്ലേ? അത് അല്ലാതെ അതിന്റെ ചിട്ടകളോ ഇതൊന്നും അനുസരിച്ചിട്ടല്ല. മോളെ, ഞാൻ എന്നിൽ മാത്രമല്ല അത് കാണുന്നത്, ഞാൻ സകലത്തിലും കാണുന്നുണ്ട്. സ്ത്രീകളിൽ മാത്രമാണോ? സ്ത്രീകളിൽ മാത്രമാണോ? സ്ത്രീകളിലല്ല, അങ്ങനെ സ്ത്രീ പുരുഷ ഭേദം. ഞാൻ ചോദിക്കുക സംശയങ്ങളാണ്. മോൻ്റെ സംശയങ്ങൾ എന്നോട് ചോദിക്കുന്നു. അപ്പം ഞാനത് വളരെ ലളിതമായിട്ട് മോൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു കേട്ടോ. ചില നേരത്തെ എൻ്റെ ആ സംസാര ശൈലി ഇങ്ങനെ ആവുന്ന കണ്ടാൽ ഞാൻ എന്ത് ചെയ്യാനാ, ഇങ്ങനെ ആയിപ്പോയി. നിങ്ങൾ വന്നപ്പോഴേ ക്യാമറ ഓൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല മക്കളെ, അത് അങ്ങനെയാണ്. ഇപ്പം മോനായാലും ദേഷ്യം ഉണ്ടാവില്ലേ, പ്രകടിപ്പിക്കില്ലേ? അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും. ദേഷ്യം വന്നാൽ പ്രകടിപ്പിക്കും, സ്നേഹം വന്നാൽ പ്രകടിപ്പിക്കും, വിഷമം വന്നാൽ പ്രകടിപ്പിക്കും. അത്രേ ഉള്ളൂ. ഞാൻ സകല ചരാചരങ്ങളിലും ദേവസങ്കല്പം കാണുന്ന ആളാണ് നാഗസൈരന്ധ്രി ദേവി. അപ്പോൾ ശില്പയിലും ദേവിയെ കാണാൻ പറ്റും, ഈ കാവൽക്കാരിലും ദൈവത്തെ കാണാൻ പറ്റും, ദൈവത്തെ കാണാൻ പറ്റും. അതെ. അപ്പം ഈ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഈ ശില്പം ഇവിടെയാണല്ലോ ആരാധന നടത്തുന്നത്. ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരൂ. ഞാനിവിടെ മാത്രം ആരാധന നടത്തുന്ന ഒരാളല്ല മോനെ. എൻ്റെ ശരീരത്തിൽ ഞാൻ ആരാധന നടത്തുന്നുണ്ട്. കണ്ണുകളോട് ഞാൻ സംസാരിക്കാറുണ്ട്, എൻ്റെ പല്ലുകളോട് സംസാരിക്കുക. 2 പല്ല് ഇവിടെ ഇളകിപ്പോയായിരുന്നു കഴിഞ്ഞ ഏതോ നിമിഷങ്ങളല്ല ഏതോ സന്ദർഭത്തിൽ ആ 2 പല്ലും കിളിച്ചു വന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അതിശയം. ഈ പ്രായത്തിൽ പല്ല് കിളിച്ചു വരാനോന്ന് ഞാൻ പോലും അറിയാതെയാണ് 2 കോമ്പല്ലാണ് ആ 2 ഇളകിപ്പോയിട്ട് ആ കിളിച്ചു വന്നിരിക്കുന്നത്. പ്രായം എന്ന് പറയുമ്പോൾ എത്രയാണ് പ്രായം? ഞാൻ പ്രായം നോക്കാറില്ല. അല്ല, എന്നാലും ജനിച്ചിട്ട് എത്ര വർഷങ്ങളായി കാണും? അത് എനിക്കറിയില്ല, ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്കില്ല. അമ്മ വേറൊരു കണക്ക് പറയും, ഡേറ്റ് ഓഫ് ബർത്ത് അതിൽ കിടക്കുന്നത് മറ്റൊന്നാണ്. ഇപ്പം നമ്മൾ തന്നെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത് ജനിച്ച അതേ വർഷമായിരിക്കില്ല. കൃത്യമല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ എനിക്കൊരു കൃത്യമായ ഒരു കണക്ക് എനിക്ക് രേഖപ്പെടുത്താൻ പറ്റുന്നില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഇനി അതും കൂടെ പറഞ്ഞ് എനിക്ക് അതിലോട്ടൊന്നും പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല. ഇല്ല. സൈരന്ധ്രി എന്ന പേരിൽ ഇവിടെ ഒരു ആശ്രമം തീർത്ത് നാഗസൈരന്ധ്രി ദേവിയായി ഇവിടെ കുടികൊള്ളുകയാണ്. ഇവിടെ അല്ല മോനെ, ഞാൻ എല്ലായിടത്തും സഞ്ചരിക്കും. അല്ല, എന്നാലും താമസിക്കുന്ന ഇവിടെയാണല്ലോ. പറയുമ്പോൾ നമ്മൾ ദേവിയെ കുറിച്ച് പറയുമ്പോൾ ആ ഭാഷയിലല്ലേ പറയാൻ പറ്റൂ. അല്ലേ, നമുക്ക് ഇതിൽ ഇത്തിരി തമാശകൾ എന്നാലല്ലേ ഒരു രസമുള്ളൂ. ദേവി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ദേവി? മോളെ, ഞാനെല്ലാം സ്വയം മനസ്സിലാക്കിയ ഒരാളാണ്. പഠിക്കുക എന്നതിനേക്കാൾ ഉപരി ഞാൻ സ്വയം മനസ്സിലാക്കിയ ഒരാളാണ്. ആദ്യമായിട്ട് ഞാൻ ശാസ്ത്രജ്ഞയാകണമെന്നായിരുന്നു ആഗ്രഹം. അതിന് എന്തിനെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. എന്തിനെക്കുറിച്ചാണ് ഞാൻ ഇനി ശാസ്ത്രജ്ഞയാകേണ്ടത്? കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര, അതും സാഹസികം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ അതിനോടുള്ള ആ ഒരു ഇതങ്ങ് പോയി. പിന്നെ ഇഷ്ടം ചിത്രകാരിയാകണം, ലോക പ്രശസ്തയായ ഒരു ചിത്രകാരി. ഇതേണ്ട എൻ്റെ കുറേ ചിത്രങ്ങളുണ്ട്, സുന്ദരങ്ങളായ കുറേ ചിത്രങ്ങളാണ്. സുന്ദരന്മാരെ എന്തുകൊണ്ട് ദേവി വരയ്ക്കുന്നില്ല? സുന്ദരന്മാരെ വരയ്ക്കാറുണ്ട്, പക്ഷെ അത് പെണ്ണിൻ്റെ മുഖമായി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്തിരി താടി മുടിയൊക്കെ വരച്ചു കൊടുക്കും.
എല്ലാം ഒരു ദേവീ സങ്കല്പം. തന്നെ വരച്ചതാണോ? കാക്കാപ്പുള്ളിയൊക്കെ ഉണ്ട്. എൻ്റെ വരപ്പിലെ സ്ത്രീകളൊക്കെ അതിസുന്ദരികളാണ്, മനോഹരമായ കണ്ണും മൂക്കും ഒക്കെയാണ്. ഗുരു നാഗസൈരന്ധ്രി ദേവി എന്ന് പറയുന്നത് അത് എന്നിലൊരു ഗുരു ഉണ്ടെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു. സ്ത്രൈണത മാത്രമല്ല, ഒരു ആണത്തത്തിന്റെ അംശം കൂടി നമുക്കുള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട്. എന്നിലൊരു പുരുഷനുണ്ട്, ആ പുരുഷനെ ഞാൻ അഗാധമായി പ്രണയിക്കുന്നു. വിട്ടുപോകാൻ എനിക്ക് തീരെ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഓപ്പോസിറ്റ് ലിംഗത്തിൽപ്പെടുന്ന ഒരാൾ അയാളെ പ്രണയിക്കുക. അറിഞ്ഞാലേ പറ്റും, പണി ഇതായി പോയില്ലേ. ദേവിയെ പോലെയുള്ള ആളുകളെയല്ലേ നമ്മൾ സ്ഥിരമായി കാണും. അപ്പൊ ആ പുരുഷൻ എൻ്റെ അരികിൽ വന്നു. ആ പുരുഷൻ വന്ന് എൻ്റെ അടുക്കൽ വന്ന് എന്നെ പാകപ്പെടുത്തി എടുക്കുക. അദൃശ്യനായ അജ്ഞാതനായ. പക്ഷെ ഞാൻ കണ്ടു, നേരിട്ട് കണ്ടു, ദർശനം തന്നു. പക്ഷെ അത് ദർശനം തരുമ്പോഴേ അതിഭീമാകാരമാണ്. അതല്ലേ ഞാൻ പറഞ്ഞു, ഈ ലോകം മുഴുവൻ അതിങ്ങനെ ആ ചൈതന്യം ഇങ്ങനെ നിറഞ്ഞിരിക്കും. പുരുഷനാണ്. ആ പുരുഷനെ വരിക്കാൻ, മനസ്സാൽ വരിക്കാൻ മനസ്സിൽ ഞാൻ എന്നെ വരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വിവാഹം വരെ വേണ്ടെന്ന് പറയുന്നത്. നാഗസൈരന്ധ്രി ദേവിക്കൊരു കൂട്ടാളിയുണ്ട്, അജ്ഞാതനായ അദൃശ്യനായ ഒരു മനുഷ്യൻ. ദേവിക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരാൾ. അതുകൊണ്ടാണ് ഞാൻ വിവാഹം വേണ്ടെന്ന് പറയുന്നത്. വിവാഹം ഞാൻ കഴിക്കില്ല. മറ്റൊരു ദേഹം, അതായത് നമ്മുടെ നഗ്നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന പുരുഷൻ, അതായത് ഇപ്പം നിങ്ങളെപ്പോലുള്ള പുരുഷൻ, അങ്ങനൊരു പുരുഷൻ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. അതുണ്ട്. അതല്ലാതെ മറ്റൊരു പുരുഷൻ എൻ്റെ ഉള്ളിൽ. ആ പുരുഷനെ കുറിച്ച് പാടിയ പാട്ടൊന്നും. ആ പുരുഷനെ കുറിച്ചല്ലേ ഞാൻ എല്ലാ പാട്ടും പാടുന്നത്. ആ പുരുഷനെ കുറിച്ച് പാടുമ്പോഴാണ് ഏറ്റവും വൈറലായ പാട്ട് മറ്റേ ആളിനെ. പക്ഷെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കും, മറ്റേ ആളിനെയാണ് ഞാൻ അടുത്ത് നിർത്തി പാടുന്നതെന്നാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ എൻ്റെ ഉള്ളിലെ പുരുഷനെയാണ് താലോലിക്കുന്നത്. ഓ, ഒരു ആൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളുണ്ട്. പക്ഷെ നാഗസൈരന്ധ്രി ദേവിക്ക് മാത്രം കാണാനും അനുഭവിക്കാനും പറ്റുന്ന ആ പുരുഷനെ കുറിച്ചാണ് പാടിയത്. എൻ്റെ കുഞ്ഞുവാവ, അതാണ് കുണുവാവ. അല്ലാതെ നമ്മൾ വിചാരിച്ച ആളല്ല. ആ കുഞ്ഞുവാവെ ഞാൻ ഇതിലേക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ആ സങ്കല്പത്തെ പരകായ പ്രവേശം അദ്ദേഹത്തിലേക്ക് നടത്തുക. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിവാഹം പ്രണയമാണോ? ഭയങ്കര ഇഷ്ടം. ദേവിയെ പ്രണയിക്കുന്ന രണ്ടുപേരുണ്ട്, ഞങ്ങൾക്ക് കാണാവുന്ന ഒരാളും ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരാളും. രണ്ടുപേരല്ല, ഒരുപാട് പേരുണ്ടായിരുന്നു മോനെ. ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പ്രണയമാണെന്ന് പറഞ്ഞ് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ ആ അദൃശ്യനായ പുരുഷനെ കുറിച്ച് എനിക്ക് പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല. ഇപ്പോൾ പ്രണയം ഒരു അദൃശ്യനായ ഒരാളോടാണെന്ന് പറഞ്ഞല്ലോ. ആ പുരുഷനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ആ പുരുഷൻ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മൾ തന്നെയാണ് അത്. ഇപ്പോൾ അദ്ദേഹത്തെ നമുക്ക് സ്പർശിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്നെ സ്പർശിച്ചിട്ടുണ്ട്. തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ, എൻ്റെ തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ, അരിമുക്കൂടാമൊരു കുഞ്ഞുവാവ, തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ, എൻ്റെ പൊന്നുവാവ, എൻ്റെ താമര കണ്ണാ കുഞ്ഞുവാവ. ആ തൊപ്പി വെച്ച കുഞ്ഞുവാവയ്ക്ക് കിരീടമായിരുന്നു ഉണ്ടായിരുന്നത്, സർപ്പമായിരുന്നു, 5 തലയുള്ള സർപ്പം. എന്നെ അനുസരണ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് വിവരിച്ചു തരാമോ? സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് വിട്ടുപോകാൻ പറ്റില്ല. മൂകമാണ്, ചെവിയൊന്നും കേൾക്കില്ല, എന്നാൽ കേൾക്കും. അത് ഞാൻ തന്നെയാണ്, എന്നാൽ ഞാനല്ല. ഏകദേശം പിന്നെ അതിനെ എന്താ പറയാ, വിഷ്ണുവെന്നോ കൃഷ്ണനെന്നോ ഒക്കെ വിളിക്കാം. നാഗസൈരന്ധ്രി ദേവിയുടെ പകുതിയാണ് അയാൾ. അപ്പോൾ അതൊരു ദേവനാണ്. നാഗങ്ങൾ കുടിയിരിക്കുന്ന, അതായത് നമുക്കൊന്നും അറിയാൻ കഴിയാത്തത് നമ്മളെല്ലാം സ്വയം മനസ്സിലാക്കി എടുക്കണം. എല്ലാം സ്വയം മനസ്സിലാക്കി എടുക്കണം. അതായത് ഞങ്ങളെപ്പോലെ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവരുടെ ഒരു ഡയമെൻഷനിലല്ല നാഗസൈരന്ധ്രി ദേവി. നിങ്ങൾക്ക് അതേ രീതിയിൽ വരാം, നിങ്ങൾക്ക് നിഷ്പ്രയാസം വരാം. ഇങ്ങനെ നിങ്ങളിപ്പോൾ എന്നോട് സംസാരിക്കുന്നില്ലേ, മെൻ്റലിസം. നിങ്ങളിപ്പോൾ എന്നോട് സംസാരിക്കുന്നു, മോൾ എന്നോട് സംസാരിക്കുന്നു. ഓക്കെ, മോൾ അവിടെ നിൽക്കുന്നു, ഞാനിവിടെ നിൽക്കുന്നു. 2 വ്യക്തികൾ തമ്മിലുള്ള സംസാരം.
മോള് തുറന്ന് സംസാരിക്കുകയാണ്. പക്ഷേ മോള് മൗനമായിട്ടിരിക്കുമ്പോൾ എവിടെയാണ് ആ സംസാരം നടക്കുന്നത്? മൗനമായിരിക്കുമ്പോൾ സംസാരിക്കുന്നില്ലേ? മിണ്ടാണ്ടിരിക്കുന്നു, ഒരല്പം നേരം മിണ്ടാണ്ടിരിക്കുക. ഇനി മോളൊന്ന് സംസാരിച്ച് നോക്കുക. അതായത് ചുണ്ടനക്കാതെ എവിടെ നിന്നാണ് സംസാരം വരുന്നത്? നിഷ്പ്രയാസം, മനസ്സ്. അതെ, തീർച്ചയായും മനസ്സിലാണ് സംസാരം നടക്കുന്നത്. മോളുടെ ഉള്ളിൽ നിന്നും മറ്റൊരാൾ വന്ന് മോളോട് വന്ന് സംസാരം തുടങ്ങും. എന്നോട് അങ്ങനെ ആരും സംസാരിക്കാറില്ല കേട്ടോ. ഇനി സംസാരിക്കും, ക്ലിയർ. ഇനി സംസാരിച്ച് തുടങ്ങും. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതോടുകൂടി നിങ്ങളിൽ എല്ലാവരും, എൻ്റെ കൂടെ ഒരാളും കൂടി ഇവിടുന്ന് ഉണ്ടാവും, എല്ലാവരിലും ഉണ്ടാവും. എല്ലാവരിലും ഇവിടെ നിന്ന് ഒരാളും കൂടെ വന്നെത്തും. അല്ല, ആ ആളുകളെയൊക്കെ ക്ലീൻ ആക്കി തരും. അതെങ്ങനെയാണ് ദേവി അത് ഇൻജെക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? അതെനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല കണ്ണ. എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റുമോ? എക്സാമ്പിൾ ധാരാളം. നിങ്ങൾക്ക് ഞാൻ തന്നെയാണത്. ഞാൻ തന്നെയാണ് ആത്മാവ്. പറയൂ. ഞാൻ പറയണം? പറയൂ. ഞാൻ തന്നെയാണ് ആത്മാവ്. വീണ്ടും പറയൂ. ഞാൻ തന്നെയാണ് ആത്മാവ്. വീണ്ടും വീണ്ടും. ഞാൻ തന്നെയാണ് ആത്മാവ്. അത് എന്നെ നോക്കി പറയാതെ മോളോട് തന്നെ ഒന്ന് പറ. ഞാൻ തന്നെയാണ് ആത്മാവ്. ഞാൻ തന്നെയാണ് ആത്മാവ്. ഞാൻ തന്നെയാണ്. അത് മോള് തന്നെ കേൾക്കണം. നമ്മളെ ആരെയും കേൾപ്പിക്കാൻ വേണ്ടി പറയാതെ മോള് തന്നെ. ഞാൻ തന്നെയാണ് ആത്മാവ്. ഞാൻ തന്നെയാണ് ആത്മാവ്. ഞാൻ തന്നെയാണ് ദേഹം എന്നും കൂടി ഒന്ന് പറ. ഞാൻ തന്നെയാണ് ദേഹം. അപ്പോൾ ദേഹവും ആത്മാവും മോള് തന്നെയാണ്. ഈശ്വരനും മനുഷ്യനും മോള് തന്നെയാണ്. തീർച്ചയായിട്ടും, അല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഓക്കെ, അല്ല മുത്തേ, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരും. മോൾ എന്നോട് ചോദിച്ചില്ലേ ചേച്ചി നാഗ ഇതെങ്ങനെയാണ് എന്ന്, നാഗ അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ നമ്മളത് മനസ്സിലാക്കി എടുക്കുകയാണ്. സ്വയം മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു അനുഭൂതിയുണ്ട്, ഒരാത്മാനുഭൂതി. പിന്നെ നമ്മൾ അതിലങ്ങ് ലയിച്ചു പോവുക, പണ്ടാരം അടങ്ങിപ്പോവും. പിന്നെ അതിൽ നിന്നും പിന്നെ നമുക്ക് ഒരിക്കലും കര കയറാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോവും. ഭ്രാന്ത് പിടിച്ചു പോകും. എനിക്ക് അങ്ങനെ ഭ്രാന്ത് പിടിച്ചതാണ്, ഭ്രാന്ത് പിടിച്ചതാണ്. ദേവി പറയുന്നത്? എനിക്കൊരിക്കലും ഭ്രാന്തില്ല. മറ്റുള്ളവർക്ക് എന്നെ കാണുമ്പോഴാണ് ഭ്രാന്ത്. ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ തന്നെ ഭ്രാന്ത്. അതായത് ഈ ബാക്കിയുള്ള ആളുകൾക്ക് നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ഭ്രാന്താണെന്ന് തോന്നും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന തലം അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ ഭ്രാന്ത് നമുക്കാണോ അവർക്കാണോ? അവർക്കാണ്. ദേവിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല, അതെനിക്ക് പൂർണ്ണമായിട്ടറിയാം. ദേവിയല്ലേ പറഞ്ഞത് നമ്മളിങ്ങനെ ചെയ്ത് അവസാനം നമുക്ക് ഭ്രാന്തായി പോകുന്നു? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്കറിയാം എനിക്ക് ഭ്രാന്തില്ലെന്ന്. ദേവി കുറെ തെറികളൊക്കെ വിളിക്കുന്ന വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ. അല്ല, ഇത് പൂർണ്ണമാക്കട്ടെ മക്കളെ. അപ്പോഴേ, കാരണം ഇതൊരു ലഹരിയാണ് മോനെ. ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഇതിൽ നിന്നും വിട്ടുപോകാൻ പറ്റുന്നില്ല. അയാളിങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ അതിങ്ങനെ നിരന്തരം ധ്യാനത്തിലൂടെ പറ്റുള്ളൂ. ധ്യാനിക്കാറുണ്ടോ? പിന്നെ എത്ര സമയം അത് ധ്യാനിക്കാറുണ്ട്. അത് ചിലപ്പോൾ ഞാൻ നിന്നോ ഇരുന്നോ കടന്നോ ഒന്നുമില്ല, ചിലപ്പോൾ ഇങ്ങനെ നടന്നായിരിക്കും. അതും ഒരു ധ്യാനമാണ്. പൊതുവെ ധ്യാനിക്കുന്നത് ഇരുന്നിട്ടൊക്കെ. അത് വ്യത്യസ്തമാണ്. ഇവിടെ നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴേ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആർത്തവമുള്ള അല്ലെങ്കിൽ അങ്ങനെ ആവുന്ന അവസ്ഥയിൽ വിളക്ക് കൊളുത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല. ഇവിടെ ശുദ്ധിയായിരിക്കണം, ശാരീരിക ശുദ്ധി വേണം. കുളിക്കണമെന്ന് വെച്ചാൽ അറിയാമല്ലോ മോക്ക്, ഞാൻ പറയാതെ തന്നെ ആ സമയത്ത് നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ശുദ്ധി വേണം, വിളക്ക് കൊളുത്താം. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ നമ്മൾ എടുത്ത് കളയാൻ പറ്റില്ല. അവർ മനുഷ്യരാണ്, അവരുടെ ഉള്ളിൽ ജീവനുണ്ട് എന്നുള്ള ആ ബോധം നമ്മളിൽ ഉണ്ടാകണം. ആ ബോധം സ്വയം ഉണ്ടാകണം ഓരോരുത്തരിലും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വിളക്ക് കൊളുത്താം. ഈ സന്യാസിമാർ ഇന്ന വേഷം ധരിക്കുന്ന അത് അവർക്ക് മാത്രമേ ധരിക്കാവൂ എന്നുള്ള അന്ധകാരപ്പെട്ട് കിടക്കുന്ന ഒരു ചീഞ്ഞ ചിന്താഗതി മനുഷ്യർക്കിടയിലുണ്ടായിരുന്നു. അതിനെ തച്ചുടച്ച് മാറ്റിക്കളയുന്നത് ഞാനാ അല്ലെന്ന് പറയാമോ മോനെ? ദേവി എന്ന പേരുള്ള ഒരാൾ നല്ല ചുരിദാറുകളൊക്കെ ഇട്ട് തുടക്കത്തിലെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ചുരിദാറല്ല മോനെ, ഞാൻ ഇല്ല കാവിക്കൈലി 150 രൂപയുള്ള കായബിക്കൈലി ഉടുത്തോടെ നടന്നപ്പോൾ ആൾക്കാരെല്ലാം കൂടെ എന്നെ സന്യാസിയാക്കി അങ്ങ് മാറ്റി.
പക്ഷെ അത് ആ രുദ്രാക്ഷ അത് എടുത്തോണ്ട് വരട്ടെ, ഞാൻ അതൊന്നും ഇട്ടില്ല. ചോദിച്ചതാ ഇവിടെ സ്ഥിരമായി അണിയാറുണ്ടോ എന്ന്. സ്ഥിരമായിട്ട് ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. കുളിച്ചിട്ട് ലിപ്റ്റിക്ക് ഒരു പറ ലിപ്റ്റിക്ക് വാരി തേച്ചിട്ട് അത് ഇങ്ങനെ ഒന്നും ആക്കിയത് പോലും ഇല്ല. അതിന് മുമ്പ് രുദ്രാക്ഷവും ലിപ്സ്റ്റിക്കും കൂടെ തമ്മിൽ മാറ്റാവാത്ത രണ്ട് സാധനങ്ങളല്ലേ മോനെ? എനിക്കിതല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിലും ബാക്കിയുള്ളവരെ പറ്റി ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല, എന്റെ രീതികൾ എന്റേതാ മാത്രമാണ്. അതല്ല കന്ന, അതാ നിങ്ങൾ ഇനി കുറച്ചും കൂടെ വിശാലമായി ചിന്തിക്കും മക്കളെ. നിങ്ങൾ യുവാക്കളാണ്. ലിപ്സ്റ്റിക്കിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റിക്കളയുന്നത്? അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ, അതിനെ നിങ്ങൾക്ക് ആവശ്യമില്ലേ? അപ്പോൾ അതിൽ മാത്രം എന്താണ് നിങ്ങൾ ഈശ്വരീയത കാണാത്തത്? നിങ്ങളൊക്കെ ഇപ്പോൾ അന്ധകാരത്തിൽ കിടക്കുക. വാട്സപ്പ് കണ്ടുപിടിച്ച്, ഫേസ്ബുക്ക് കണ്ടുപിടിച്ച്, ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ച്, യൂട്യൂബ് കണ്ടുപിടിച്ച്, പക്ഷേ ഇതുവരെ മനുഷ്യൻ്റെ മനസ്സ് അവർ സ്വയം കണ്ടുപിടിക്കുന്നതുമില്ല, അവർക്ക് മാറ്റങ്ങൾ വരുന്നതുമില്ല. പണ്ട് ശാസ്ത്രജ്ഞയാകാൻ ആഗ്രഹിച്ച നാഗസൈരന്ധ്രി ദേവി, നാഗസൈരന്ധ്രി ദേവിക്കുള്ളിലുള്ള ആളെ കണ്ടെത്താൻ സാധിച്ചു. യെസ്, മനസ്സിനെ കണ്ടെത്തിയപ്പോഴത്തേന് ആ മനസ്സ് എന്നിൽ നിന്നും വിട്ടുപോയി. തിരികെ പിടിച്ച് കെട്ടിയിട്ടിട്ടില്ലേ ഇപ്പോൾ? കൈക്കുള്ളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ടല്ലേ മനസ്സിനെ? ആ മനുഷ്യനൊരു പുരുഷന്റെ രൂപമല്ലേ? ആ തീർച്ചയായിട്ടും എനിക്ക് വിട്ടുപോകാൻ കഴിയുന്നില്ല, എന്നെയും വിട്ടുപോകൂല. കാരണം ഞാനൊരു പാവമാണെന്നാണ് പറയുന്നത്. തൊപ്പി വെച്ച കുണുവാവിൽ താങ്കൾക്കൊപ്പമുള്ള അദ്ദേഹത്തിന് അസൂയയില്ലേ അയാളോട്? ഒരിക്കലും ഇല്ല. എൻ്റെ ഇതൊക്കെ അറിയാം. പിന്നെ ഇതൊക്കെ അറിയാം. ഞാൻ എവിടെയെങ്കിലും പോയാൽ എൻ്റെ പിന്നാലെ വരും. എന്നോട് അദ്ദേഹം പറയുന്നത് നിങ്ങളൊരു അപ്പാവിയാണെന്നാണ്. ഈ പുരുഷൻ തൊപ്പി വെച്ച കാരണം അത് കിരീടമായിരുന്നു. ആ സ്ത്രീ ആയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ രൂപ സ്ത്രീയല്ലേ. ഞാൻ ഇങ്ങനെയൊക്കെ ഇത് കിടന്നു നോക്കിയിട്ട് അതുപോലെ അങ്ങ് പണിതിട്ടതാ. സ്വയമേ കിടന്നു നോക്കി ഫോട്ടോ എടുത്തിട്ട് ചെയ്തതാണോ? പിന്നെ അല്ലാതെ തോന്നുന്നില്ല, ഇത്ര വടിവഴകൊന്നും എനിക്കില്ല എന്ന്. ഇതെന്ന് വെച്ചാൽ ഒരു പുരുഷ രൂപമായിരുന്നു. ഇങ്ങനെ നിൽക്കും, ആകാശം മുട്ട, കിരീടമൊക്കെ വെച്ച്, സർപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അരികിൽ വന്നപ്പോഴേ ഞാൻ ഉള്ള കാര്യം പറയും, ഞാൻ അങ്ങ് പേടിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ രൂപം നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊന്നും തന്നെ ഞാൻ സങ്കല്പത്തിൽ നിന്ന് പറയാമെന്ന്. ഒരിക്കലും സങ്കല്പമല്ല. പലരും എന്നോട് പറഞ്ഞത് ഇതേ വർണ്ണത്തിൽ ഞാനിവിടെ ദർശനം കണ്ടു. ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ കൃഷ്ണനെ കണ്ട്, അതായത് ആ പുരയിടത്തിൽ വന്ന് ഇങ്ങനെ നോക്കി എന്നെ നോക്കി. ആദ്യം സർപ്പത്തെ കാണിക്കുന്നത്, ഭയന്നു പോയി ഞാൻ. കൃഷ്ണനെ കണ്ടു പോയിരുന്നു, സർപ്പത്തെ കണ്ടു. കാരണം അത് കണ്ട് ഭയന്നു കഴിഞ്ഞപ്പോൾ അത് മെല്ലെ മാഞ്ഞിട്ട് ഈ രൂപം വന്ന്. അത് ആരുടെ ഉള്ളിലാണ് ആ രൂപം വന്നത്? ഇനിയാണ് മെൻ്റലിസം. ആരുടെ ഉള്ളിലാണ് വന്നത്? എൻ്റെ ഉള്ളിൽ. ഞാനാണ് കണ്ടത്. മനുഷ്യനും ദേഹവും ആരാണ്? നമ്മൾ തന്നെയാണ്. നിങ്ങൾ എന്താണോ കാണുന്നത് അത് തന്നെയാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്താകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. ഇവിടുന്ന് പോകുമ്പോൾ പുതിയ മാറ്റത്തിൻ്റെ ഉറവിടങ്ങളായിത്തീരും നിങ്ങൾ, ചൈതന്യങ്ങളായിത്തീരും നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരാൾ ഈ നിമിഷം തന്നെ കുടിയേറി പാർത്തിരിക്കുന്നു. നോക്കിക്കോ, ഞാൻ പറയുന്ന സത്യങ്ങളാണ്. താങ്കളുടെ ഈ ദേവതാ സങ്കല്പത്തിൻ്റെ പേരെന്താ? സുൽത്താന, യേശ, ശില്പിനി. 3 പേരൊക്കെ ഉണ്ടോ? അതായത് സുൽത്താന, ധാരാളം മുസ്ലിംസ് ഇവിടെ വന്നു പോകാറുണ്ട്. അപ്പോൾ അവരെ സങ്കടപ്പെടുത്തണ്ട. ക്രിസ്ത്യൻസ് ഇവിടെ വന്ന് പോകാറുണ്ട്, അവരെ സങ്കടപ്പെടുത്തണ്ട, ഇരുന്നോട്ടെ. യേശ, പിന്നെ ശില്പിനി, ഹിന്ദുക്കൾ വന്നു പോകാറുണ്ട്, അവരെ സങ്കടപ്പെടുത്തണ്ട. ശില്പിനി എന്ന് പേരിട്ട് 3 കൂട്ടരും വരട്ടെ, എല്ലാവരും അവരെ സന്തോഷിപ്പിക്കാനാണല്ലോ ആ പേര്. എന്നാലും നാഗസൈരന്ധ്രി ദേവിയുടെ മനസ്സിൽ ഈ ദേവതാ സങ്കല്പത്തിന്റെ ഒരു യഥാർത്ഥ പേരുണ്ടാവില്ലേ? ഗുരു നാഗസൈരന്ധ്രി ദേവി. സ്വന്തമായി അതിനെ ആരാധിച്ച് വിളക്ക് വെക്കുന്ന ആൾ. പക്ഷെ ആളുകളോട് പറയുന്നത് അദൃശ്യ ശക്തിയാണ്. ഈ അദൃശ്യ ശക്തിയും അതെല്ലാം നാഗസൈരന്ധ്രി ദേവിയാണ്. പ്രപഞ്ചം നിയന്ത്രിക്കുന്നതേ നാഗസൈരന്ധ്രി ദേവിയാണ്. മോനെ നിയന്ത്രിക്കുന്നതാരാ? ഞാൻ തന്നെയാ. എന്താണ് പറഞ്ഞത്? ഞാൻ തന്നെ നിയന്ത്രിക്കുന്നു. ഞാൻ തന്നെ. ആ ഞാൻ ആരാണ്? പേര് പറയൂ. ഞാൻ രോഹിത്. അപ്പോൾ അവിടെ എങ്ങനെ നാഗസൈരന്ധ്രി വരും? ഇല്ല. യെസ്, രോഹിത്താണ് രോഹിത്തിനെ നിയന്ത്രിക്കുന്നത്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. വേറെ ആരെയും കൊണ്ടും പറ്റില്ല. നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെയാണ്.
എന്നെ കൊണ്ട് പറ്റുമോ നിങ്ങളെ നിയന്ത്രിക്കാൻ? നാഗസൈരേന്ദ്രയുടെ രോഗം മാത്രമേ നാഗസൈരേന്ദ്രയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. മോനെ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ച് കൈക്കുള്ളിലാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നിയന്ത്രണം. ആ തിരിച്ചറിവ്, ആ തിരിച്ചറിവ്, ഞാൻ എന്താണ്, എനിക്ക് എന്ത് പറ്റും എന്ന കൃത്യമായ തിരിച്ചറിവ് തിരിച്ചറിയാം. അങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയേക്കുവാണ് എല്ലാത്തിനെയും ഞാൻ. അതെങ്ങനെയാ എല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റുന്നത്? എന്നെ നിയന്ത്രിക്കാൻ എനിക്കല്ലേ പറ്റൂ. മോനെ നിയന്ത്രിക്കാൻ മോനെ പറ്റുള്ളൂ. വീണ്ടും നമുക്ക് പറയാം, രസകരമായ ഒരു കളിയാണിത്. ഇറ്റ്സ് എ ഗെയിം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗെയിം ലഹരിയാണിത്. ആ ലഹരിയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പിന്നെ നിങ്ങൾ അതിലേക്ക് 4-5 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു യാത്രയില്ല, ഗുരുജിമാരും സ്വാമിമാരുമായിട്ടുള്ളൊരു സമ്പർക്കത്തില്. അപ്പോഴേ മോനെ നിയന്ത്രിക്കുന്ന ആരാണിപ്പോ? ഞാൻ. യെസ്. മോന്റെ കണ്ണുകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഞാൻ. എൻ്റെ തലച്ചോറ്. യെസ്. മോൻ ചിരിക്കുമ്പോൾ അവിടെ ആരാണ് വർക്ക് ചെയ്യുന്നത്? എൻ്റെ ചുണ്ടുകൾ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ നാഗസൈരേന്ദ്ര വരുന്നത്? ഒരിക്കലുമല്ല. എൻ്റെ ചുണ്ടുകൾക്ക് ചിരിക്കുവാനുള്ള കാരണം ഉണ്ടാക്കി തരുന്നത് ഇപ്പോൾ നാഗസൈരേന്ദ്രയാണ്. ഞാനല്ല ആ കാരണം. മോൻ്റെ ചുണ്ടുകൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ അത് മോനാണ്. അല്ല, അതിനുള്ള കാരണം എൻ്റെ തലച്ചോറിലേക്ക് പമ്പ് ചെയ്യുന്നത് ദേവിയല്ലേ? ഒരിക്കലുമല്ല. ദേവി വന്നപ്പോഴൊക്കെ ഉണ്ടായിരുന്നൊരു മൂടുണ്ടല്ലോ, ചൂടായിട്ട് ഞങ്ങൾ സംസാരിച്ച്. അപ്പൊ എനിക്കിപ്പോ ചിരി വരില്ലല്ലോ, ഞാൻ ദേഷ്യപ്പെട്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നു. മോന് വേണമെങ്കിൽ അപ്പോഴും ചിരിക്കാമായിരുന്നു. അപ്പൊ അതിനെ നിയന്ത്രിച്ചത് നാഗസൈരേന്ദ്ര ദേവിയല്ലേ? ഞാനായിരുന്നില്ല. സത്യത്തിൽ ഞാൻ ആരാണ്? ഞാൻ യഥാർത്ഥം ഞാൻ വേറെ എവിടെയോ ആണ്, ഇവിടെ നിൽക്കുന്ന ഞാൻ വേറെ. അതാ ഞാൻ പറയും, എൻ്റെ അടുത്തുനിന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ പുതിയൊരാളായി മാറും. മനസ്സിലായോ? സത്യത്തിൽ യഥാർത്ഥം ഞാൻ കാരണത്തങ്ങടെ ഒരു പോണ്ടോ? ഞാൻ ഈ കാണുന്ന കറുത്ത ചുരിദാറും ദേഹം മാത്രമാണ്. ദേഹമുണ്ട്. ദേഹി ഇവിടെ കയറിയോ? യെസ്. ഈശ്വരാ. മോനിപ്പോ സംസാരിക്കുന്നത് നാഗസൈരേന്ദ്രയോടാണ്, ഉള്ളിലുള്ള നാഗസൈരേന്ദ്രയോട്. എന്നാൽ ആ നാഗസൈരേന്ദ്രയുടെ പേര് രോഹിത് എന്നാണ്. രോഹിത് എന്നല്ല പേര്. ആ രോഹിത്, ഉള്ളിലുള്ള നാഗസൈരേന്ദ്രയുടെ പേര് രോഹിത് എന്നാണ്. ആ രോഹിത്തിനോടാണ് മോൻ സംസാരിക്കുന്നത്. ഇത് വെറും ദേഹം മാത്രമാണ് കണ്ണ. പുറത്തുള്ള ദേഹത്തോട് നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. ഓൾറെഡി നിങ്ങൾ ആ ദേഹത്തെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ നിങ്ങളോട് തന്നെ നിങ്ങൾ തുറന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ ചില മാജിഷ്യൻ ചലിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? അവര് മജിഷ്യ, അതായത് അവര് ഈ കൺകെട്ട് വിദ്യയാണ്. ജ്ഞാനമാണ്. അത് ഇത്തിരി പ്രയാസമാണ് ഒരാളുടെ ഉള്ളിലേക്ക് കടക്കാൻ. സത്യത്തിൽ അങ്ങനല്ല ശില്പ. ശില്പയുടെ ഉള്ളിലുള്ള നാഗസൈരേന്ദ്ര ദേവിക്ക് ഉള്ളിൽ നാഗസൈരേന്ദ്ര ദേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇനി പറ്റില്ല മോളെ, ഉള്ളിൽ നിന്നൊക്കെ പോവില്ല. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മരണം വരെ നിങ്ങൾക്ക് എൻ്റെ ഓർമ്മകളുമായിട്ട് ഇനി നിൽക്കാനേ കഴിയുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് എന്നെ വിട്ടുപോകാൻ, അത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒട്ടും എന്നെ വിട്ടുപോകാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ജ്ഞാനമാർഗം വളരെ സിമ്പിൾ എന്നാൽ ശ്രമകരവുമാണ്. ഈ ശില്പം ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം വേണ്ടി? മോനെ, ഇത് എനിക്ക് വേണമെങ്കിൽ ഇതിൽ ലയിച്ചിരുന്ന് എനിക്ക് ഈ ശില്പം ചെയ്യാൻ വളരെ കുറച്ച് സമയം മതി. ക്രിയേഷൻ ഓഫ് ദ ഗ്രേറ്റ് നാഗസൈരേന്ദ്രി, ഗുരു നാഗസൈരേന്ദ്രി ദേവി, സുൽത്താന, സ്റ്റാച്യു ഓഫ് സുൽത്താന.